Joyful and beautiful and jolly, jolly, graceful and holy and jolly, jolly. Blessed is the life of Johnny, Johnny, shining star of Jesus. കൂകിപ്പാടും കുറുവാരി പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും തക്കച്ചിയമ്മേ, തുറുതുറു പെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful and jolly, jolly, graceful and holy and jolly, jolly. Blessed is the life of Johnny, Johnny, the shining star of Jesus. Joyful and beautiful and jolly, jolly, graceful and holy and jolly, jolly. Blessed is the life of Johnny, Johnny, shining star of Jesus. Johnny. എനിക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കാണ് എന്തെങ്കിലും തിന്നോണ്ടിരിക്കണം. ദേ ആ പട്ടിയെ കണ്ടോ? ഉന്നം കൃത്യവാ, കൊള്ളിക്കും ഞാൻ. വേണ്ട ക്ലീറ്റസേ, അത് പാവല്ലേ, എറിയണ്ട. പാവവാ, പക്ഷെ എറിയുന്നത് എന്റെ ഒരു വീക്ക്നെസ് ആന്നേ. ബട്ട് പട്ടിയുടെ വീക്ക്നെസ് നമുക്കറിയില്ലല്ലോ. അത് എറിഞ്ഞാലല്ലേ അറിയൂ. ഈശോ, പണി പാളി, വിട്ടോടാ. ഓടിക്കോ. ദൈവമേ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിച്ചിരുന്നുവെങ്കിൽ. പ്ലീസ് ബ്രോ, ഒന്ന് ക്ഷമി. ഈശോയ്ക്ക് ആകാശത്തിലെ പറവകളെയും വയലിലെ പൂക്കളെയും ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാ. അതുകൊണ്ട് കുഞ്ഞുനാൾ മുതലേ നിങ്ങൾ പൂക്കളെ സ്നേഹിക്കുകയും മിണ്ടാപ്രാണികളോട് ദയ കാണിക്കുകയും ചെയ്യണം. അവരും ഭൂമിയുടെ അവകാശികളല്ലേ അച്ഛാ? അതെ അതെ അച്ചു, ഞാനും ഒരു മിണ്ടാപ്രാണിയാണേ. പക്ഷേ എടാ മിക്കു, നിനക്ക് കാഞ്ഞ ബുദ്ധിയാണ്. മിണ്ടാപ്രാണികളോട് ദയ കാണിക്കാത്തവർ എങ്ങനെ മനുഷ്യരോട് ദയ കാണിക്കും? ഞങ്ങൾ ദയ കാണിക്കും, ഒരിക്കലും അവയെ ഉപദ്രവിക്കില്ല. മെടുക്കൻ. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ജോപ്പൻ എന്തിയേ? എന്തേലും മണ്ടത്തരം കാട്ടി എവിടെയും തൂങ്ങിക്കിടപ്പുണ്ടാവും അല്ലേ? ഈ വവ്വാലിനെ സമ്മതിക്കണം, ഇങ്ങനെ തല കീഴായി കിടക്കുന്നത്. പട്ടിയുടെ വീക്ക്നെസ് ഇപ്പോഴാ പിടുത്തം കിട്ടിയത്. ആരേലും വന്നിരുന്നേൽ. പ്ലീസ് ബ്രോ, ക്ഷമി. അപ്പോ അച്ഛാ, സ്തുതിയായിരിക്കട്ടെ, ഞങ്ങൾ ഇറങ്ങുക. ശരി മക്കളെ, പോയി വാ. പ്ലീസ് പട്ടിയേട്ടാ, ആ പൊതിയിലെ ബേക്കറി കഴിച്ചോ. ഞങ്ങളെ ജാമ്യത്തിൽ വിട്. നിങ്ങളിതിൽ ഇടപെടണ്ട, ഇവരിത് ചോദിച്ചു വാങ്ങിയതാ. നിങ്ങൾ എന്താ ചെയ്തത്? ഇവൻ ഈ ക്ലീറ്റസ് ഉന്നം നോക്കിയതാ. നിങ്ങൾ എന്തിനാ ഈ പാവത്തിനെ എറിഞ്ഞത്?
ചേട്ടായി ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിക്കേ. ഒരേറിന് ഒരു കടി. ജീവനുള്ള എല്ലാ ജീവികൾക്കും വേദനയുണ്ട്, അതിവർ അറിയണം. ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, അവരും ക്ഷമ ചോദിക്കും. 1000 വട്ടം മാപ്പ്. ഇനി ആവർത്തിക്കില്ല. പ്ലീസ് പട്ടിയേട്ടാ. ഹൃദയത്തിൽ ദയയില്ലാത്തവരോട് ഞങ്ങൾ കൂട്ടില്ല. സോറി ബ്രോ, ഏറ് കൊള്ളുവെന്ന് കരുതിയില്ല. ശരീരം വേദനിച്ചതിലും കൂടുതൽ എന്റെ ഉള്ളു വേദനിച്ചു. അതിന് കാരണമുണ്ട്, ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് നല്ല വിശപ്പുണ്ട്. കുറെ ദിവസങ്ങളായി വല്ലതും കഴിച്ചിട്ട്. എന്റെ കഥ ഞാൻ പറയാം. നമുക്ക് ഏതെങ്കിലും തണലിൽ പോയിരിക്കാം. എന്റെ പേര് ടുട്ടു എന്നായിരുന്നു. അത് പണ്ട്. ഇപ്പൊ തെരുവ് പട്ടിക്ക് എന്തോന്ന് പേര്. എന്റെ അമ്മയും ഞാനും വലിയ വീട്ടിലെ പട്ടികളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ യജമാനൻ വിദേശത്തു നിന്നും ഒരു പുതിയ പട്ടിയെ കൊണ്ടുവന്നു. അതെല്ലാം ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ എനിക്കും എൻ്റെ അമ്മയ്ക്കും കഷ്ടകാലം ആരംഭിച്ചു. ഒരു രാത്രിയിൽ രാത്രിയിൽ എനിക്ക് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു. ഞാൻ അനാഥനായി, തെരുവ് പട്ടിയായി, വിശന്നലഞ്ഞു. എല്ലാവരും ആട്ടി ഓടിച്ചു, കല്ലെറിഞ്ഞു. മനുഷ്യർ ഇത്ര ദയയില്ലാത്തവരാണോ? അതൊക്കെ പോട്ടെ. ഞങ്ങളോട് ഇത്ര ക്രൂരത കാട്ടാൻ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? ഇന്നലെ മഴ നനയാതിരിക്കാൻ അടുത്തു കണ്ട പൈപ്പിലേക്ക് ഞാൻ ഓടിക്കേറി. അവിടെ കണ്ട കാഴ്ച ടുട്ടു, ഞാൻ ശപഥം ചെയ്യുന്നു, ഇനി മുതൽ ഒരു ജീവിയെയും ഞാനോ എന്റെ കൂട്ടുകാരോ ഉപദ്രവിക്കില്ല. ഉപദ്രവിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇന്നു മുതൽ നീ ഞങ്ങളുടെ കൂട്ടുകാരനാ. ഇനി മുതൽ നീയും തെരുവിലല്ല. കൂട്ടുകാരെ, നമ്മുടെ ദൈവം നമ്മോട് എപ്പോഴും കരുണയും ദയവും കാണിക്കുന്നതിനാലാണ് നാം ഇപ്പോഴും ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അതിനാൽ നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. കാരണം അവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. വരൂ കൂട്ടുകാരെ, ആ കുട്ടിയെ നമുക്ക് രക്ഷിക്കാം. അവന്റെ മാതാപിതാക്കളെ കണ്ടുപിടിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം.